കാർഡ്, ആധാർ അപ്ഡേഷൻ തുടങ്ങിയ സേവനങ്ങൾക്ക് ക്യൂ നിന്നും അടുത്തോ? എങ്കിൽ ഇനി അത് വേണ്ട. എസ് ഓൺലൈൻ സർവീസ് ഹബ് നിങ്ങൾക്ക് പരിഹാരം നൽകുന്നു. എല്ലാവിധ സേവനങ്ങളും ഇനി ഒരൊറ്റ കുടക്കീഴിൽ. ഉടൻ തന്നെ അടുത്തുള്ള എസ് ഓൺലൈൻ സർവീസ് ഹബിൽ സന്ദർശിക്കുക. കോൺടാക്ട് നമ്പർ 8330846476 9895549683. നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് 3ാം ഡിവിഷൻ കൗൺസിലറും CPIM കൊച്ചി ഏരിയ കമ്മിറ്റി അംഗവുമായ ശ്രീ PM ഇസ്മുദ്ദീനാണ്. സ്വാഗതം. ഏതാണ്ട് യൗവനകാലം മുതൽ പാർട്ടിയുടെ സാധാരണ മെമ്പറായി പ്രവർത്തിച്ച് ഇന്ന് പാർട്ടിയുടെ കൊച്ചിയിലെ ഉയർന്ന കമ്മിറ്റിയായ ഏരിയ കമ്മിറ്റിയിൽ എത്തിയിരിക്കുകയാണ്. ആ കാലത്ത് ഉണ്ടായിരുന്ന ഒരു അനുഭവങ്ങളൊന്ന് പങ്കുവെക്കാം. വളരെ ചെറുപ്പകാലം മുതൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ SSLC കാലഘട്ടം കഴിഞ്ഞ് ഉപജീവന മാർഗമായ ഒരു സ്ഥാപനമുണ്ട്, ഒരു ചായക്കട. അന്നത് ഒരു ചോറ് കടയായിരുന്നു, ചോറ് മാത്രം നിൽക്കുന്നത്, വാപ്പാൻ്റെ സ്ഥാപനം. വാപ്പാനെ സഹായിക്കാൻ ആ കടയിൽ എൻ്റെ 17ാമത്തെ വയസ്സ് മുതൽ ഞാൻ ആ കടയിൽ കയറുമ്പോൾ ആ കടയിൽ ചുറ്റിപ്പറ്റിയുള്ള സഖാക്കളുടെ സാന്നിധ്യവും അവരോടുള്ള സാമീപ്യവുമാണ് പാർട്ടിയിലേക്ക് അടുപ്പിച്ചത്. അത് തുടർന്ന് പല ഘട്ടങ്ങളിൽ പാർട്ടിയിൽ പ്രവർത്തിച്ച് ആ പ്രദേശങ്ങളിൽ ഒരു പാർട്ടി വിരുദ്ധ പ്രദേശമായിരുന്നു. ചുരുങ്ങിയ 1-2 കുടുംബങ്ങളുണ്ടായിരുന്നുള്ള ആ പ്രദേശത്ത്. അവിടെ നിന്നാണ് പാർട്ടി പ്രവർത്തനം ആരംഭിക്കുകയും ആ പ്രദേശത്ത് പാർട്ടിക്ക് സ്വാധീനം ഉണ്ടാകാവുന്ന രീതിയിൽ ആളുകളെല്ലാം സഹായവും സഹകരണവും എല്ലാം ലഭിക്കുകയും അതിൽ നിന്ന് പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറി, പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗം, DYFI വില്ലേജ് സെക്രട്ടറി, ബ്ലോക്ക് കമ്മിറ്റി മെമ്പർ, പിന്നീട് പാർട്ടി ലോക്കൽ സെക്രട്ടറി ആയി. പാർട്ടി പിന്നെ കൗൺസിൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ ഇവിടം വരെയുള്ള കാലഘട്ടം. ഈ പിതാവ് ഒരു തികഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. പിതാവ് ഈ കാലയളവിൽ താങ്കളുടെ പ്രവർത്തനത്തിന് പ്രചോദനമായി മാറിയിട്ടില്ലേ? തീർച്ചയായും. ആ സ്ഥാപനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാപ്പ ഒറ്റക്ക് നടത്തുന്ന സ്ഥാപനമായിരുന്നു. വാപ്പ ഒറ്റക്ക് നടത്തുമ്പോൾ വാപ്പനെ സഹായിക്കാൻ ഞാൻ വരുമ്പോൾ പാർട്ടി പ്രവർത്തനത്തിൽ ഒരിക്കലും എന്നോട് പോകരുതെന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ ആ വാപ്പാക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ ഞാൻ എത്തിച്ചേർന്നിട്ടില്ല. വാപ്പയെ സഹായിക്കുന്നതോടൊപ്പം തന്നെ കച്ചവടം മുൻപോട്ട് കൊണ്ടുപോവുകയും പാർട്ടി പ്രവർത്തനം ആ രീതിയിൽ കൊണ്ടുപോയി പാർട്ടിക്കും കച്ചവടത്തിനും പോറേൽപ്പിക്കാതെ മുന്നോട്ട് കൊണ്ടുപോവുകയും ആ രീതിയിൽ വാപ്പയുടെ സഹായം കിട്ടിയിട്ടുണ്ട്. ശരിക്കും ആ ഒരു കട ഒരു 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 പാർട്ടി ആഫീസ് പോലെ തന്നെ പ്രവർത്തിച്ച് ഒരു തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടതുമുന്നണി പ്രവർത്തകരുടെ ഒരു താവളം ആ കടയായിരുന്നില്ലേ? തീർച്ചയായും. അത് പാർട്ടി തെരഞ്ഞെടുപ്പ് വരുന്ന ഘട്ടത്തിൽ മാത്രമല്ല, DYFIക്ക് വലിയൊരു ആ കാലഘട്ടത്തിൽ നമ്മളൊപ്പം ഉണ്ടാകുന്ന ചെറുപ്പക്കാരൊക്കെ ക്യാമ്പ് ചെയ്തു. പാർട്ടിക്ക് ശരിക്കും ഒരു ഓഫീസ് ഉണ്ടായിരുന്നില്ല. അന്നൊന്നായിരുന്ന ചെറുതായി ഇപ്പോൾ 2 ലോക്കൽ കമ്മിറ്റിക്ക് ഞങ്ങൾ കേന്ദ്രീകരിക്കുന്ന ആ പ്രദേശം പാർട്ടി സഹാക്കൾക്കെല്ലാം ഒത്തുകൂടാവുന്ന ഒരു പ്രദേശം നിലക്ക് ആ കടയെ ചുറ്റിപ്പറ്റിയാണ് സംഘടനാ പ്രവർത്തനം നടന്നിരുന്നത്. പാർട്ടി തെരഞ്ഞെടുപ്പുകളിൽ നമ്മുടെ സഹാക്കൾക്ക് വലിയൊരു ആവശ്യമായിരുന്നു. ശരിക്ക് പിന്നെ ഒരു ഒരു പാർട്ടിയുടെ ഒരു താവളം എന്നുള്ള രീതിയിൽ തന്നെ ആ കട പ്രവർത്തിക്കുകയും എനിക്ക് തോന്നുന്നു തെരഞ്ഞെടുപ്പ് സമയത്ത് അത് കൂടുതൽ ആവശ്യമാകും. കാരണം ഇടതുമുന്നണി പ്രവർത്തകർ പോലും ആ കട കേന്ദ്രീകരിച്ച് പോകുന്ന ഒരു സാഹചര്യം ഉണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉണ്ടെങ്കിൽ പോലും ആ കടയിൽ വന്നിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആത്മവിശ്വാസം. അതായത് തൊട്ടടുത്ത് മുസ്ലിം ലീഗിന്റെ വലിയൊരു ഓഫീസ് ഉണ്ട്. മുസ്ലിം ലീഗിന്റെ വലിയൊരു ഓഫീസ് ഞങ്ങൾക്ക് പറയുന്ന രീതിയിൽ നമുക്ക് ആരും ഓഫീസൊന്നും തരൂലായിരുന്നു. കാരണം അന്ന് പ്രമുഖരായിട്ടുള്ള മുസ്ലിം ലീഗിന്റെ ആളൊക്കെ വെറുപ്പിച്ച് നമുക്കൊരു ഓഫീസ് കിട്ടാന്നുള്ള വലിയ പ്രയാസമാണ്. കിട്ടുമ്പോൾ തന്നെ ഒരു ചെറിയ റൂമായിരിക്കും. മറ്റുള്ള സമയങ്ങളിൽ പാർട്ടി സഹാക്കൾ അവിടെ കേന്ദ്രീകരിക്കും. അതുപോലെ തന്നെ ഇപ്പൊ കൗൺസിലർ ആയല്ലോ, എപ്പോഴെങ്കിലും വിചാരിച്ചിരുന്നോ ഒരു ജനപ്രതിനിധിയായി മാറുമെന്ന്? ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടില്ല. പക്ഷെ പാർട്ടിക്ക് സ്വാധീനം ഉണ്ടാക്കാവുന്ന രീതിയിൽ ഇടപെടണമെന്ന് എപ്പോഴും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. കാരണം അത് എപ്പോഴും നമ്മൾ തോൽക്കുന്ന ഒരു പ്രദേശമുള്ളൂ. അത് മനസ്സിലാകാത്ത പല ഘട്ടങ്ങളും നമുക്കൊരു വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നും തോൽക്കപ്പെടാവുന്ന ആളുകൾ. അന്ന് നിയമസഭ ജയിക്കില്ല, കോർപ്പറേഷൻ ഇലക്ഷനിൽ 3ാം ഡിവിഷനിൽ ജയിച്ചിട്ടുണ്ട്, 5ൽ നമ്മൾ ഒരിക്കലും ജയിക്കില്ല. KB ഹനീഫിന്റെ പ്രവർത്തന കാലഘട്ടം മുതലാണ് ഞാനത് സജീവമാവുന്നത്. അന്ന് വളരെ ചെറുപ്പം.
അപ്പോൾ അതൊക്കെ ആ തോൽവി പിന്നെ നസീം സലീമിന്റെ തെരഞ്ഞെടുപ്പ് അന്ന് എൻ്റെ ഉമ്മയുടെ അനുജത്തി അന്ന് PDP സ്ഥാനാർത്ഥിയായിരുന്നിട്ട് പോലും ആ തോൽവി വളരെ വിഷമിപ്പിച്ചിട്ടുണ്ട്. അന്ന് എൻ്റെ കുടുംബത്തിലെ 3 പേര് ബൂത്തിനകത്ത് ബൂത്ത് ഏജന്റുമാരായിരുന്ന സംഭവം ഉണ്ടായിരുന്നു. പക്ഷേ കൗൺസിലർ എന്ന രീതിയിലേക്ക് എത്തിച്ചേരുമെന്ന് വിചാരിച്ചില്ല. പിന്നീട് ആ പ്രദേശങ്ങളിലെ പ്രവർത്തനത്തിന്റെ ഇതുകൊണ്ടായിരിക്കും പാർട്ടി ആ പ്രദേശത്ത് കൗൺസിലറായി മത്സരിക്കാൻ ആവശ്യപ്പെട്ടത്. ഈ 3-ാം ഡിവിഷൻ എന്ന് പറയുന്നത് നേരത്തെ ഇങ്ങനെ മാറിയും മറിഞ്ഞും വരുന്ന ഒരു ഡിവിഷനാണ്. കാരണം ഒരു തവണ ഇപ്പോൾ CPIM ആണെന്നുണ്ടെങ്കിൽ അടുത്ത തവണ കോൺഗ്രസ് അല്ലെങ്കിൽ അങ്ങനെ വരുന്ന ഒരു ഡിവിഷനാണ്. ഒരു സ്ഥായി ഭാവം ആ ഡിവിഷന് നേരത്തെ ഉണ്ടായിരുന്നു. അതായത് TM മുഹമ്മദ് മത്സരിച്ച സമയത്ത് ഒരു സ്ഥായി ഭാവം ഉണ്ടായിരുന്ന ഡിവിഷനാണ്. പിന്നീട് എപ്പോഴോ അത് മാറിപ്പോയി. പിന്നീട് ആ 2 തവണ UDF സ്ഥാനാർത്ഥി തുടർച്ചയായി വിജയിച്ച ഡിവിഷൻ തിരിച്ചു പിടിക്കാൻ PM മിസ്ബുദ്ദീൻ എന്ന യുവ നേതാവിനെ പാർട്ടി നിയോഗിക്കുമ്പോൾ എന്താണ് ആദ്യം കരുതിയത്? അത് കഴിയുമെന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടെയാണ് ഇറങ്ങിയത്. പാർട്ടിക്ക് എക്കാലത്ത് സ്വാധീനമുള്ള പ്രദേശം തന്നെയാണ് 3-ാം ഡിവിഷൻ. TMന്റെ കാലഘട്ടം മുമ്പാണെങ്കിലും അതിന് മുമ്പാണെങ്കിലും ഈ പാർട്ടിക്ക് ഒരുപാട് ചരിത്രങ്ങൾ പറയാനുണ്ട്. ഇപ്പോൾ വെടിവെപ്പ് സമരമാണെങ്കിലും അതിനു മുമ്പ് തോണി തൊഴിലാളികൾ എക്കാലത്തും പാർട്ടിക്ക് സ്വാധീനമുള്ള അവിടുത്തെ ആളുകളുടെ അടിസ്ഥാന സ്വഭാവം തന്നെ കമ്മ്യൂണിസ്റ്റ് സ്വഭാവമാണ് ആ പ്രദേശത്ത്. തുരുത്തി നെല്ലുകടവ് ഭാഗങ്ങൾക്കെതിരും നമുക്കവിടെ തോൽക്കാനുണ്ടായ സാഹചര്യം പാർട്ടിയോടുള്ള വിയോജിപ്പ് കൊണ്ടല്ല, ചില താല്പര്യങ്ങൾ ചില തെരഞ്ഞെടുപ്പിലൊക്കെ ഭാഗമാക്കാവുകയും പ്രത്യേകിച്ച് അങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രാദേശികമാകുമ്പോൾ ചില താല്പര്യങ്ങളൊക്കെ അതിന്റെ ഭാഗമായിട്ട് വരികയും അങ്ങനെ ഞങ്ങൾ പരാജയപ്പെടാറുണ്ടായത്. അത് ഈ തെരഞ്ഞെടുപ്പിലും അതുണ്ടായി. പക്ഷെ അത് പാർട്ടി ജയിക്കണമെന്ന് കൂടുതൽ ആഗ്രഹിച്ച പാർട്ടി സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ ആ തെരഞ്ഞെടുപ്പിലെല്ലാം ഒത്തുകൂടുകയും പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്ന ആളുകൾ പരാജയപ്പെട്ടു പോകുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. പാർട്ടിക്കകത്ത് നിന്ന് അങ്ങനെ വല്ല ഇടപെടലുകൾ ഉണ്ടായി? പാർട്ടിക്ക് അകത്ത് നിന്ന് ഇല്ല, പാർട്ടിക്കകത്ത് നിന്ന് അങ്ങനെ പരാജയപ്പെടുത്താനുള്ള ശ്രമമൊന്നും ഉണ്ടായിട്ടില്ല. പാർട്ടിക്ക് പുറത്തു നിന്ന് പാർട്ടിയിൽ ഉണ്ടായിരുന്നവര് ആരെങ്കിലും പാർട്ടിക്ക് പുറത്ത് നിന്ന് ശ്രമിച്ചിട്ടുണ്ടോ എന്നാണ്? ഇല്ല, പാർട്ടി എന്ന നിലക്ക് ആരും പരാജയപ്പെടാൻ ശ്രമിച്ചിട്ടില്ല. പാർട്ടി നേരത്തെ പുറത്തുപോയ ആളുകൾ ശ്രമിച്ചിട്ടുണ്ടാകും. അതെ അതാണ് അവരുടെ ശ്രമവും പരാജയപ്പെട്ടു. തീർച്ചയായിട്ടും അങ്ങനെ പരാജയപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. കാരണം CNSന്റെ തെരഞ്ഞെടുപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അക്കാലത്ത് ഞങ്ങൾ ജയിക്കേണ്ട തെരഞ്ഞെടുപ്പായിരുന്നു. അവിടെ ഈ കക്ഷികളെല്ലാം കൂടെ ചേർന്ന് തോൽപ്പിക്കാൻ ശ്രമിക്കും. ആ കക്ഷികളെല്ലാം പരാജയപ്പെട്ടു പോകുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. എന്തുകൊണ്ടും പാർട്ടിക്ക് ഒരു വലിയ സന്തോഷം ഉളവാക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ടായിരുന്നു അന്നുണ്ടായത്. തീർച്ചയായിട്ടും ആ ബൂത്തിൽ ആ 3-ാം ഡിവിഷൻ എല്ലാ ബൂത്തിലും ലീഡ് ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു അത്. നേരത്തെ UDFന് പിന്നെ ഏകപക്ഷീയമായിട്ട് ലീഡ് കിട്ടിയിരുന്ന ചില ബൂത്തുകളെ അടക്കം നമുക്ക് ലീഡ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു. ഈ കാലയളവിൽ ഇപ്പൊ ഏകദേശം നമ്മുടെ ഈ കൗൺസിലിന്റെ കാലാവധി പൂർത്തിയാക്കാൻ ഇനി മാസങ്ങളേ ഉള്ളൂ. ഈ കാലയളവിൽ ആ ഡിവിഷനിൽ ഒരു കൗൺസിലർ എന്ന നിലയിൽ പ്രവർത്തിച്ചിട്ട് കിട്ടിയ ആ ഒരു അനുഭവങ്ങൾ എന്തൊക്കെ? വളരെ സന്തോഷത്തോടും വളരെ അഭിമാനത്തോടും കൂടിയാണ് എനിക്ക് ഇത്രയും സമയത്തിനുള്ളിൽ പ്രവർത്തിക്കാൻ വേണ്ടി കഴിഞ്ഞത്. ഞാനവിടെ കൗൺസിലറായിട്ട് പ്രവർത്തിക്കാൻ വരുമ്പോൾ അല്ലെങ്കിൽ ആളുകൾ മുമ്പിൽ വോട്ട് ചോദിക്കാൻ ചെല്ലും, ആ ആളുകളെ കേൾക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ കാര്യം. ജനങ്ങളെ കേൾക്കുക, അവരുടെ പ്രയാസങ്ങൾ അറിയുക, അതിനോടൊപ്പം തന്നെ അവരുടെ കാര്യങ്ങൾ ഇടപെടാൻ കഴിയുക. ഉദാഹരണത്തിന് അവിടെ ആദ്യമായിട്ട് ഞങ്ങൾ വരുമ്പോൾ ഫസ്റ്റ് ആ വർഷം തന്നെ അവിടെ ചെറുതായിക്കട ഒരു കുട്ടി, ഒരു മാനസിക ഡിസബിലിറ്റി ഒരു കുട്ടി നേരിട്ടൊരു പീഡനമുണ്ട്. ആ വിഷയത്തിലേക്ക് ഞങ്ങളുടെ അതിലൊരു അഭിമാനമായിട്ട് ഇപ്പോഴും കാണുന്ന ആ കുട്ടിക്ക് ഒരു ഇടം കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളൂ. ഇപ്പം ഈ അവസാന സമയത്ത് ആസിയ എന്ന പെൺകുട്ടിക്ക് ഒരു ഭവനം അതിന് മുന്നിടാൻ വേണ്ടി കഴിഞ്ഞത്. പിന്നെ ഫസ്റ്റ് കാലഘട്ടത്തിൽ അവിടുത്തെ ഉമ്മമാരോടൊപ്പം ഒരു വിമാനയാത്ര നടത്താൻ കഴിഞ്ഞു, അവരോടൊപ്പം ഉല്ലാസയാത്ര നടത്താൻ കഴിഞ്ഞു. ഇതിനോടൊപ്പം തന്നെ ആ ഡിവിഷനിൽ ഒട്ടേറെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാകാനുള്ള പ്രവർത്തനം ഇപ്പോൾ അവസാനം എത്തി നിൽക്കുമ്പോൾ ഈരവേലി കനാലുമായി ബന്ധപ്പെട്ട അവിടുത്തെ ഭിത്തി നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. ഇപ്പോൾ വെൽനസ് സെന്റർ ഞങ്ങൾക്ക് അവിടെ ആ ഡിവിഷനെ സംബന്ധിച്ചോളം ഭൂമിയൊന്നുമില്ല, സ്വന്തമായിട്ട് കോർപ്പറേഷൻ കെട്ടിടങ്ങളില്ല, വാടകയ്ക്ക് ലഭിക്കാനുള്ള ഭൂമിയില്ല. അങ്ങനെ MAS സ്കൂൾ അവർ ഒരുപാട് സഹായിച്ചു. MAS സ്കൂളിലെ മാനേജ്മെന്റ് അവർ ഭൂരിഭാഗം കോൺഗ്രസ്സുകാരാണ്. പക്ഷെ അവർ പോലും അതുമായി സഹായിക്കാൻ ചെയ്യാറ് ആ പ്രദേശത്ത് നമുക്കൊരു കോർപ്പറേഷൻ ഒരു വെൽനസ് സെന്റർ ഉണ്ടാകാൻ അവർ നമ്മളിപ്പോൾ യോജിക്കുക, അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുക, അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടി. പിന്നെ വനിതകൾക്ക് ഒരു ജിമ്മ്, ഫിറ്റ്നസ് സെന്റർ സ്ത്രീകൾ ആവശ്യമാണ്. അവർക്ക് പുറത്തൊക്കെ പോയി നമ്മുടെ പ്രദേശത്തിലുള്ള ആളുകൾക്ക് പുറത്തൊക്കെ പോയി ഫിറ്റ്നസ് ചെയ്യാനൊക്കെ പ്രയാസം. അപ്പോൾ അവരെ ആവശ്യപ്രകാരം ഒരു AC ജിമ്മ് തന്നെ നമുക്ക് ആ കൂന്തി അങ്കമാടിൻ്റെ മുകളിൽ. പിന്നെ അവസാനം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്തു തീർക്കാനുണ്ട്. ഇപ്പോൾ അവിടുത്തെ ഈരവേലി പിന്നെ റോഡ് CNSന്റെ പേരിൽ നാമകരണം, ഇപ്പോൾ അതിൻ്റെ കൗൺസിൽ അജണ്ടയായിട്ട്
വന്നു കഴിഞ്ഞു. TM മുഹമ്മദ് പാർക്ക്, ഇതൊക്കെ രണ്ടും ഈ അടുത്തിന് നാമകരണം ചെയ്യാൻ വേണ്ടി പോകുന്നു. ഈ TM മുഹമ്മദ് പാർക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇരവേലി ഇരവൽ കോളനി. കോളനി. അവിടെ ഉണ്ടായിരുന്ന സൗകര്യങ്ങൾ ഒന്നുകൂടി മെച്ചപ്പെടുത്തുക. പിന്നെ CSML പദ്ധതി നമുക്കറിയാം, 1, 2, 3, 4, 5 ഡിവിഷനുകൾ CSML പദ്ധതി പൂർത്തീകരിക്കുക എന്നുള്ളതിൽ ഇടപെടാന്നുള്ള പ്രത്യേക പ്രയാസമുള്ളൊരു അതെ അതെ സമയം അവർ ആ അതെ കോൺട്രാക്ടർമാരെ അവരെ ഏകോപിപ്പിച്ച് കൊണ്ടുപോകുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഭംഗിയായി നടത്താൻ വേണ്ടി കഴിഞ്ഞു. അതൊക്കെ ഒരു സന്തോഷപരമായിട്ടുള്ള കാര്യങ്ങളാണ്. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആ ഡിവിഷന്റെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ സജീവമായി ഇടപെടാൻ കഴിഞ്ഞു. സാധാരണ നമുക്കറിയാം ഏറ്റവും ചെറിയൊരു ഡിവിഷനാണ് 3-ാം ഡിവിഷൻ. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ സ്വന്തമായി നഗരസഭയ്ക്ക് സ്ഥലമോ കെട്ടിടങ്ങളോ ആ, അധികം ഇല്ലാത്ത ഒരു കേന്ദ്രമാണ്. അവിടെ സാധാരണ രീതിയിൽ എല്ലാവരും പറയുന്നത് ഒന്നും ചെയ്യാനില്ല എന്നുള്ള രീതിയിലേക്കാണ് സാധാരണ നിലയിൽ പറയുന്നത്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പിന്നെ ഇതുപോലെ ഈ ആ, ഷീജിം ഉൾപ്പെടെ അതുപോലെ തന്നെ ആ, ഈ പാർക്കിന്റെ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുന്നത് വെൽനസ് സെന്റർ ഒരിക്കലും അവിടെ വരുമെന്നുള്ളൊരു പ്രതീക്ഷ ആ, പറ്റില്ല. അവിടുത്തെ ആളുകൾക്ക് പോലും ഉണ്ടായിട്ടില്ല. കാരണം അത്തരം ഒരു സംവിധാനം അവിടെ ഇല്ല. ഭൂമിയില്ല. ഭൂമിയില്ലാത്തത് കൊണ്ടിട്ട് ആ, അവിടെ മാത്രമല്ല അതിന് പറ്റിയ കെട്ടിടവും ഇല്ല. ഇനി നഗരസഭയ്ക്ക് ഒരു കെട്ടിടത്തിന്റെ ഒരു ഭാഗം ഉപയോഗിക്കാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പറ്റിയ സംവിധാനവും ഇല്ലാത്ത ഒരു സ്ഥലത്ത് വെൽനസ് സെന്റർ കൊണ്ടുവരാനുള്ള പ്രയത്നം എന്തായാലും ഒരു കൗൺസിലർ എന്ന രീതിയിൽ നല്ല രീതിയിൽ നടത്തിയത് ആ, ഒരു നേട്ടം തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഈ കൗൺസിലർ ആയിട്ട് പ്രവർത്തിക്കുമ്പോൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള പിന്തുണ ലഭിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ തെരഞ്ഞെടുപ്പ് മത്സരിക്കാൻ വരുന്ന ഘട്ടത്തിൽ തന്നെ കക്ഷി രാഷ്ട്രീയത്തെ അതീതമായ പിന്തുണ ലഭിച്ചുകൊണ്ട് തന്നെയാണ് അവിടെ നമുക്ക് ഭൂരിപക്ഷം ലഭിക്കാൻ കഴിഞ്ഞത്. എന്നെ ഒരിക്കലും ഒരു പാർട്ടിക്കാരൻ എന്ന രീതിയിൽ അവിടുത്തെ ആളുകൾ കണ്ടിട്ടില്ല. തിരിച്ചും ഞാൻ അവരോട് അങ്ങനെ തന്നെയാണ് കണ്ടിട്ടുള്ളത്. അവിടുത്തെ ആളുകളോട് ഇപ്പം എന്തെങ്കിലും റിപ്പയറിങ്ങിൻ്റെ പദ്ധതി വരുമ്പോൾ അല്ലെങ്കിൽ അത്തരം ആളുകളുമായി ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ ഒരിക്കലും മുഖം നോക്കി പ്രവർത്തിച്ചിട്ടില്ല. നല്ല രീതിയിൽ തന്നെ അവിടുത്തെ ആളുകളോട് രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള പ്രവർത്തനത്തിൽ ഇടപെടാൻ വേണ്ടി കഴിഞ്ഞു. ആദ്യം എന്നോട് കാണിച്ച അതേ സ്നേഹവായ്പ ഇന്നും അവരോടൊപ്പം തന്നെ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. സാധാരണ രീതിയിൽ പിന്നെ ചില ഡിവിഷനുകളിൽ ഉണ്ടാവുന്ന അതായത് പ്രതിപക്ഷ പാർട്ടികളുടെ ചില പ്രതിഷേധങ്ങളും കാര്യങ്ങളും ഒക്കെ ഡിവിഷൻ കേന്ദ്രീകരിച്ച് ഉണ്ടാവാറുണ്ട്. പക്ഷെ 3-ാം ഡിവിഷൻ കേന്ദ്രീകരിച്ച് അങ്ങനെ ഒരു വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടില്ല. ഒരു പ്രതിഷേധം ഉണ്ടായി. അത് വെൽഫെയർ പാർട്ടിക്കാരുടെ നേതൃത്വത്തിലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ആളുകൾ അത് മനസ്സിലാക്കിയത് കൊണ്ട് ആ പ്രതിഷേധം വലിയ രീതിയിൽ ക്ലച്ച് പിടിച്ചു. ആ ഇരവേലി കനാലുമായി ബന്ധപ്പെട്ട പ്രവർത്തനം അതെ അതെ ഒരു 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 മറ്റേ സമരം. അത് വേലിയേറ്റം ശക്തമായിട്ട് നവംബർ ഡിസംബർ കാലഘട്ടത്തിൽ അവിടുത്തെ വർക്ക് ആരംഭിച്ചപ്പോൾ കുറച്ച് നാൾ അവിടുത്തെ പ്രവർത്തനം നിർത്തിവെക്കേണ്ടി വന്നു. പക്ഷെ ഇവർ അത് കോർപ്പറേഷൻ്റെ കൗൺസിലർ അനാസ്ഥ എന്ന നിലയ്ക്ക് അവർ ഒരു മനുഷ്യച്ചങ്ങല ഉണ്ടാക്കുകയും പുറത്തുനിന്ന് കുറച്ച് ആളുകളെ ഒരു 100 പേര് വരുന്ന ഒരു ചങ്ങലായി മുറിഞ്ഞു പോയുണ്ടായി. അതല്ലാതെ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ആ ഡിവിഷനിൽ പ്രതിഷേധം നേരിടേണ്ടി വന്നിട്ടില്ല. ഇല്ല, കാരണം അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ടില്ല. ഉണ്ടാക്കിയിട്ടില്ല. അതുപോലെ ഈ ഇപ്പോ നമ്മുടെ ഈ പാർട്ടി തലത്തിലുള്ള പ്രവർത്തനം പാർട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നല്ലോ. സെക്രട്ടറി ആയിരിക്കുമ്പോഴാണല്ലോ തെരഞ്ഞെടുപ്പിന് നേരിടുന്നത്. അങ്ങനെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞു. ആ, പിന്നീട് ആ വന്ന ലോക്കൽ സെക്രട്ടറിമാരുടെ പ്രവർത്തനം എങ്ങനെയായിരുന്നു? പാർട്ടി എപ്പോഴും മുകളിൽ നിന്ന് കെട്ടിപ്പടുക്കുന്ന നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചാണല്ലോ പ്രവർത്തിക്കുന്നത്. താഴെത്തട്ടിൽ ബ്രാഞ്ച് അത്തരം കാര്യങ്ങളിൽ പാർട്ടി നിർദ്ദേശിക്കുന്ന തലത്തിൽ മുട്ടായി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ആ രീതിയിൽ കൂട്ടായ പ്രവർത്തനത്തിൽ ഭാഗമാക്കാൻ അവിടുത്തെ ആളുകൾ പ്രവർത്തനത്തിൻ്റെ മികവുകൊണ്ട് തന്നെ ഏറിയും കുറഞ്ഞുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് കുറഞ്ഞും കൂടിയതെന്ന നിലയ്ക്ക് നമുക്ക് വിലയിരുത്താൻ പറ്റില്ല. ഇപ്പൊ ഈ ഡീലിമിറ്റേഷൻ ഇപ്പൊ അവസാനം ഒരു ഉത്തരവ് ഇറങ്ങി. അതിനു മുമ്പ് ഉണ്ടായിരുന്ന കരടില് ഒരുപക്ഷെ ഈരവേലി എന്ന് പറയുന്ന പേര് തന്നെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് നിലനിർത്തുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശക്തമായ ഇടപെടലുകൾ ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. അത് ഈരവേലി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആളുകൾ ഒരു വികാരമാണ് ഈരവേലി. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈരവേലി എന്നുള്ള പേര് നമുക്ക് നഷ്ടപ്പെടാൻ വേണ്ടി പാടില്ല. ഇപ്പോൾ ഈരവേലി ചുങ്കം പാലം ചരിത്ര പ്രാധാന്യമുള്ള സംഭവം. ഈരവേലി കനാൽ, ഈരവേലി ജംഗ്ഷൻ. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന നമ്മുടെ മുൻ കൗൺസിലർ സി വനസ് എന്നൊക്കെ പറഞ്ഞാൽ ഈരവേലി എന്ന് പറയുന്നൊരു വികാരം. ആ ഈരവേലി നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അതിനൊരു ഉത്തരവാദിത്വം ഞാനും കൂടി ഏറ്റെടുക്കേണ്ടി വരും. അപ്പോൾ തുടക്കം മുതലേ ഈരവേലി നഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ള ഒരു തീരുമാനം, അതിന് വേണ്ടി പരാതി പോവുകയും അത് അംഗീകരിക്കുകയും ചെയ്തു. ഡീലിമിറ്റേഷനിൽ പിന്നെ ഇപ്പോഴും പാർട്ടിക്ക് ശക്തമായി തന്നെ ജയിച്ചു വരാൻ പറ്റാവുന്ന സാഹചര്യം തന്നെയല്ലേ ഉള്ളത്? പാർട്ടിക്ക് ജയിക്കാൻ പറ്റുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത്. പിന്നെ കയറി വരുന്നൊരു ഭാഗം മുസ്ലിം ലീഗിൻ്റെ ഒരു സ്വാധീനമുള്ളൊരു പ്രദേശമാണ്. പക്ഷേ നേരത്തെയൊക്കെ ഞങ്ങളുടെ പ്രവർത്തനം ഉണ്ടായിട്ടുള്ളതാണ്. അതുകൊണ്ട്
ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയില്ല. സാധ്യതയില്ല. പാർട്ടി ഏരിയ സമ്മേളനങ്ങൾ കഴിഞ്ഞു. ജില്ലാ സമ്മേളനം അങ്ങനെ പാർട്ടിയുടെ എല്ലാ വിധത്തിലുള്ള സമ്മേളനങ്ങളും പൂർത്തിയായി. ഏരിയ സമ്മേളന സമയത്ത് പിന്നെ ആഹ്, ഒരുപക്ഷേ പെട്ടെന്ന് ഒരാരും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് പിന്നെ CPIMന്റെ കൊച്ചി ഏരിയ കമ്മിറ്റിയിലേക്ക് PM ഇസ്മുദ്ദീൻ കടന്നു വരുന്നത്. എല്ലാവർക്കും വലിയ സന്തോഷമായിരുന്നു. കാരണം ഒരു യുവാവായ ഒരു പാർട്ടി പ്രവർത്തകൻ ഏരിയ കമ്മിറ്റിയിലേക്ക് കടന്നു വരിക എന്നുള്ളത്. ഏരിയ കമ്മിറ്റിയിലേക്ക് കടന്നു വന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു ഒരു എന്തായിരുന്നു ഒരു ഏരിയ കമ്മിറ്റി ഉയർന്ന ബോഡിയാണല്ലോ. എക്കാലത്ത് നമ്മൾ പുറമേ നിന്ന് നോക്കി കാണുന്ന ഒരുപാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഏരിയ കമ്മിറ്റി വന്നിട്ടില്ല. വന്നിട്ടില്ല. അല്ല, ഞാൻ DYFI പ്രവർത്തിക്കുമ്പോൾ ആ ബോഡിയിൽ ഉയർന്ന ബോഡിയിൽ എത്തിയിട്ടില്ല, എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ ബ്ലോക്ക് കമ്മിറ്റി മെമ്പർ എന്ന നിലക്കാണ് എത്തിപ്പെട്ടത്. വളരെ അംഗീകരിക്കപ്പെട്ടു എന്നുള്ള ഒരു തോന്നലുണ്ടായിട്ടുണ്ട്. ആ പ്രദേശത്ത് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കൂടുതൽ കഴിയും എന്നുള്ളതാണ് ഒരു ഏരിയ കമ്മിറ്റി എന്ന നിലക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പുതിയ പിന്നെ ഏരിയ കമ്മിറ്റി വന്നപ്പോൾ പുതിയ ഏരിയ സെക്രട്ടറി ഒരിക്കലും ആരും പ്രതീക്ഷിക്കാത്ത ഒരു ഏരിയ സെക്രട്ടറി ആയിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു പാർട്ടി സഖാക്കൾക്കിടയിൽ തന്നെ അവരും പോലും പ്രതീക്ഷിക്കാത്ത ഒരു ഏരിയ സെക്രട്ടറിയാണ് വന്നത്. സംഗതി വനിതാ ഏരിയ സെക്രട്ടറിയാണ് വന്നത്. വനിത കൊച്ചി പോലുള്ള ഒരു പ്രദേശത്ത് ഒരു വനിതാ ഏരിയ സെക്രട്ടറിക്ക് എത്രമാത്രം ക്ഷോഭിക്കാൻ കഴിയും? വനിതാ സെക്രട്ടറിക്ക് ശോഭിക്കാൻ കഴിയുന്നതിനപ്പുറം ഇപ്പോൾ ഉള്ള ഏരിയ സെക്രട്ടറി നമുക്കറിയാം, നേരത്തെ ഉണ്ടായിരുന്ന ഒരുപാട് നേതാക്കന്മാരൊപ്പം ചേർന്ന് പ്രവർത്തിച്ച സഖാവാണ്. നേരത്തെ കൗൺസിലറായിട്ടുണ്ട്. പാർട്ടിയുടെ മുതിർന്ന നേതാക്കന്മാരായിട്ടുള്ള MD ആന്റണി അന്ന്, പിന്നെ B ഹംസ, K ജാനണി, ഇവരൊക്കെ ആ ഒരു കാലഘട്ടം, MA ഫക്രുദ്ദീൻ, ആ കാലഘട്ടം മുതലേ ഒരു മഹിള എന്ന നിലക്ക് അന്ന് ഉണ്ടായിരുന്ന ആളുകളുടെ എല്ലാം വിദ്യാധാരണയിലേക്ക് അതിജീവിച്ചുകൊണ്ട് ഒരു പ്രവർത്തനത്തിലേക്ക് വന്നൊരു മഹിളയാണ്. തീർച്ചയായും അവരുടെ ആ കാലഘട്ടത്തിൽ ഒരുപാട് അനുഭവങ്ങൾ പാർട്ടിക്ക് മുതൽക്കൂട്ടാവും. ഇപ്പോൾ കൊച്ചിക്കകത്ത് ആ ഒരു ഏരിയ സെക്രട്ടറി മഹിളയെ മാറ്റി നിർത്തേണ്ട കാര്യമൊന്നുമില്ല. അത് ഗുണകരമാവുന്നുള്ളതാണ് അഭിപ്രായമുള്ളത്. മുൻ ഏരിയ സെക്രട്ടറിയുടെ പ്രവർത്തനം ഇപ്പോഴത്തെ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയാണല്ലോ അദ്ദേഹം. അദ്ദേഹത്തിന്റെ ആ ഒരു ഒരു രീതിയെ കുറിച്ച് തീർച്ചയായും അദ്ദേഹത്തിന്റെ പ്രവർത്തനം കൊച്ചിക്കകത്ത് വളരെയേറെ ഗുണകരമാക്കിയിട്ടുണ്ട്. ഉദാഹരണത്തിന് നേരത്തെ ഉണ്ടായിരുന്ന ഒരു വിഭാഗീയ കാലഘട്ടത്തിൽ നിന്നൊക്കെ പാർട്ടിക്കകത്ത് ഉണ്ടായിരുന്ന എല്ലാ ആളുകളെയും കൂട്ടിയോജിപ്പിച്ച് ആ ഒരു വിഭാഗീയത അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഒരു പ്രവർത്തനത്തിൽ അദ്ദേഹത്തിന്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ 9 വർഷം നമ്മുടെ KJ മാക്സി MLA പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുകയാണ്. 10ാം വർഷത്തിലേക്ക് കടക്കുന്നു. സർക്കാരും 10ാം വർഷത്തിലേക്ക് കടക്കുന്നു. മട്ടാഞ്ചേരി എന്നുള്ളൊരു പ്രദേശമുണ്ടല്ലോ. മട്ടാഞ്ചേരി എന്നുള്ള പ്രദേശത്തിന് ഈ 9 വർഷ കാലയളവിൽ എന്തെല്ലാം ലഭിച്ചിട്ടുണ്ട് എന്ന് കരുതുന്നുണ്ട്? മട്ടാഞ്ചേരി നമുക്കറിയാം, ഏറ്റവും അധികം അനുഭവിച്ചിരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ കുടിവെള്ളക്ഷാമം വരും. ഇപ്പോൾ ഞാൻ പ്രതിദാനം ചെയ്യുന്ന ഡിവിഷനിൽ നമുക്ക് വെള്ളം കിട്ടുമായിരുന്നില്ല. ഇപ്പോൾ ഒന്നാമത്തെ നമ്മുടെ ഡിവിഷൻ്റെ ഏറ്റവും മറ്റേ ഭാഗമായിട്ടുള്ള മാങ്ങാച്ചാപ്ര ഭാഗത്തൊക്കെ കുടിവെള്ളം, നേരത്തെ ആളുകൾ പൊടവുമായിട്ട് ഉണ്ടാകാവുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് നമുക്കറിയാമല്ലോ, നമ്മുടെ ചെറുപ്പകാലഘട്ടത്തിൽ അവർ അനുഭവിച്ചിരുന്ന ബുദ്ധിമുട്ടുകൾ. നേരത്തെ ഉണ്ടായിരുന്ന പല MLA ഉണ്ടായിരുന്നെങ്കിലും ആ ഒരു വിഷയത്തിലേക്ക് പരിഹരിക്കാമെന്നുള്ളത് സാധ്യമായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് ആ ഡിവിഷനിൽ അവിടെ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ കഴിയുന്ന ഒരു പ്രധാന പ്രശ്നം എന്നുള്ളത് കുടിവെള്ള പ്രശ്നം തന്നെ. അത് പരിഹരിക്കപ്പെട്ടു മാത്രമല്ല, നമ്മുടെ ഡിവിഷനിൽ പിന്നെ അഴുക്ക് വെള്ളം കയറുന്ന പല ഭാഗങ്ങളുണ്ടായിരുന്നു. അത് MLA ഫണ്ട് ഉപയോഗിച്ചിട്ട് തന്നെ, അദ്ദേഹത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് ആ ഭാഗത്ത് കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ CSMലുമായുള്ള പിന്നെ ഈ പദ്ധതികളിൽ മാർഗനിർദ്ദേശങ്ങൾ അദ്ദേഹത്തിന് ഇടപെടുണ്ടായിട്ടുണ്ട്. അപ്പോൾ മട്ടാഞ്ചേരി എന്നുള്ള പ്രദേശത്ത് MLA കൂടുതൽ ഇടപെട്ടിടുന്നതാണ്. ഇടപെട്ടുന്നുണ്ട്. ഇപ്പോൾ താങ്കൾ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3ാം ഡിവിഷൻ എന്നുള്ള ഡിവിഷൻ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു പ്രവൃത്തിയെ കുറിച്ചാണ്. പക്ഷേ സമീപ പ്രദേശങ്ങളിലൊക്കെ അഴുക്കുവെള്ളം കയറുന്നത് ഇപ്പോഴും തുടരുന്നുണ്ട്. തൊട്ടടുത്ത ഇടപെടലാണല്ലോ ഈ MLA ശ്രദ്ധപ്പെടുത്തുക, MLA ഫണ്ട് ഉപയോഗിക്കുക, അതിൻ്റെ പുറകെ നടക്കുക എന്നുള്ളതാണ് ഓരോ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളുണ്ട്. തീർച്ചയായും അത് MLA സമീപിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ MLA ഒരു പാർട്ടി മുഖം നോക്കാതെ തന്നെ കാര്യങ്ങൾ ഇടപെടുന്നതാണ്. നമുക്കറിയാം, ചുള്ളിക്കൽ ഡിവിഷനായാലും ഇപ്പോൾ കുമ്പളങ്ങി പഞ്ചായത്താണെങ്കിലും ഡിവിഷൻ്റെ പ്രാദേശിക സ്വഭാവമോ അല്ലെങ്കിൽ ഈ ജാതി മത സ്വഭാവം നോക്കി ഇടപെടുന്ന ഒരാളല്ല. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ചുരുങ്ങിയ ഈ 9 വർഷക്കാലത്തിനുള്ളിൽ നമുക്കറിയാം, മട്ടാഞ്ചേരിയോ കുമ്പളങ്ങിയോ ഒന്നും നോക്കാതെ തന്നെ ഇടപെട്ടിട്ടുണ്ട്. അത് അദ്ദേഹത്തിന് ഇനിയും ഉയർന്നു നിൽക്കാനുള്ള, ആളുകളുടെ ഇടയിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാനുള്ള അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. ഈ മട്ടാഞ്ചേരി ലോക്കൽ കമ്മിറ്റിയുടെ പരിധിയിലുള്ള ചില സഖാക്കൾ
ഈ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ ചില പോസ്റ്റുകൾ ചിലപ്പോൾ അത് പാർട്ടി വിരുദ്ധമായി മാറുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ സർക്കാരിനെതിരായി മാറുന്ന രീതിയിലേക്ക് വരുന്നുണ്ട്. അത് ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടോ? ചില പോസ്റ്റുകളൊക്കെ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട്. അതിനകത്ത് കൃത്യമായ ഇടപെടൽ നടത്താറുണ്ടോ ഏരിയ പറഞ്ഞിട്ടുണ്ട്. കമ്മിറ്റി അംഗം എന്ന നിലയിൽ? ഇത്തരം പാർട്ടിക്കെതിരായിട്ടുള്ള പോസ്റ്റുകൾ വരാൻ പാടില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. അത് അറിഞ്ഞോ അറിയാതെ ആണെങ്കിൽ അത് പിന്തിരിയണം. അതൊരു വിഭാഗീയതയിലേക്ക് നീങ്ങുന്നുണ്ടോ? വിഭാഗീയതയെന്ന് മനസ്സിലാക്കിയിട്ടില്ല. അത് അല്ലെങ്കിൽ സഹാക്കളുടെ ഒരു വിഷമമാണോ അത് പോസ്റ്റുകൾ പുറത്തു വരുന്നത്? അത് അവരോട് സംസാരിച്ച് പരിഹരിക്കേണ്ട കാര്യമാണ്. നേതൃത്വത്തെ ഇത് അറിയിച്ചിട്ടുണ്ടോ? നേരത്തെ അറിഞ്ഞിട്ടുണ്ടാവും. അല്ല, സഖാവ് അറിയിച്ചിട്ടുണ്ടോ ഇത്തരം പ്രവണതകൾ സംബന്ധിച്ച്? അത് പൊതുവെ അറിഞ്ഞു കാണും. അറിഞ്ഞു കാണും. ഇടപെടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ആ ഇനിയിപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇനി ഭൂരിഭാഗം ആ, ഡിവിഷനുകളും വനിതാ ഡിവിഷനുകളായിട്ട് മാറുന്ന ഒരു സാഹചര്യമുണ്ട്. തീർച്ചയായിട്ടും താങ്കളുടെ ഡിവിഷനും വനിതാ സംവരണത്തിലേക്ക് പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ ജയിച്ച് കയറുന്ന ഒരു സാഹചര്യം ഉണ്ടാവും പാർട്ടി? തീർച്ചയായിട്ടും അവിടെ ജയിച്ചു കയറാൻ കഴിയുന്ന രീതിയിലുള്ള അവസ്ഥയാണ് അവിടെ നിലവിലുള്ളത്. അല്ല, നിലവിലെ കൗൺസിലറുടെ പശ്ചാത്തലത്തിന്റെ ഭാഗമായിട്ട് തന്നെ ഇത് ജയിച്ചു കയറാൻ ജയിച്ചു സാധ്യത കയറാൻ സാധ്യത. അതിനുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അവർക്ക് ഞാൻ പറഞ്ഞില്ല, ഇത്ര നാളത്തെ പ്രവർത്തനത്തിൽ നമുക്ക് ഇടപെടാൻ കഴിയുന്ന കുടിവെള്ളമായാലും എല്ലാ വിഷയങ്ങളിലും അവരുടെ ഇടയിൽ നിന്ന് പ്രവർത്തിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒരു വിലയിരുത്തലാവും അത് വിലയിരുത്തലാവും സ്വാഭാവികമായിട്ട്. തീർച്ചയായിട്ടും. അപ്പൊ അതുപോലെ തന്നെ ഇത്തവണയും കഴിഞ്ഞ തവണത്തെ അല്ലെങ്കിൽ ഇപ്പൊ ഇത്തവണത്തെ പിന്നെ കോർപ്പറേഷൻ ഭരണം എന്നുള്ളത് ചില സ്വതന്ത്രന്മാരുടെ സഹായത്തോടു കൂടി ഇടതുപക്ഷം ഭരിക്കുകയാണ്. ഒറ്റക്ക് ഇടതുപക്ഷത്തിന് ഭരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്? തീർച്ചയായിട്ടും ഈ എക്കാലത്ത് ഉണ്ടായിരുന്ന നഗരസഭയേക്കാൾ ഇപ്പം ഞാനെന്ന നിലക്ക് പറയുന്ന ഒരു മാറ്റത്തിന് ഭാഗമാക്കാൻ കഴിഞ്ഞതിൽ വളരെ അഭിമാനമുണ്ട്. നേരത്തെ എങ്ങനെ ആയിരുന്നു, ഇപ്പം എങ്ങനെ ആയിരുന്നു? ഇപ്പോൾ ഈ ഗവേണിംഗ് സിസ്റ്റം ആണെങ്കിൽ നേരത്തെ ആളുകൾ ആ മാറ്റം അതെ. നേരത്തെ എങ്ങനെയായിരുന്നു അനുഭവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ ഞങ്ങളും കൂടി ഉൾപ്പെട്ട ഒരു ഒരു ബോഡി അതിനൊക്കെ തീരുമാനമെടുത്ത് നടപ്പിലാക്കാൻ കഴിഞ്ഞു. ബ്രഹ്മപുരം നേരത്തെ എങ്ങനെയായിരുന്നു, ഇപ്പം എങ്ങനെയായിരുന്നു? അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ കൊച്ചി നഗരസഭ നടപ്പിലാക്കിയിട്ടുണ്ട്. അത് പ്രതിഫലിക്കും. വേറൊരു ഒരു ഇച്ഛാശക്തി അതിന്റെ പിന്നിലുണ്ടെന്ന് പറയും. തികച്ചും എം അനിൽകുമാർ എന്ന മേയർ എൻ്റെ ഇടപെടലുകൾ വളരെ ശക്തമാണ്. ഇപ്പം പ്രതിപക്ഷത്തെ തന്നെ ആ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് തന്നെയുള്ളൂ ഓരോ കാര്യങ്ങളും അവരും കൂടി ഉൾപ്പെട്ട ഒരു പല കാര്യങ്ങളും ബോഡിക്കകത്താണ് ചർച്ച ചെയ്തിട്ടാ പോകുന്നത്. പോകുന്നത്. അവരും കൂടി ഉൾപ്പെട്ടിട്ടുള്ളതാണ്. ശരിക്കും ആ ഒരു ഭരണപക്ഷ നിലക്ക് അല്ല കൈകാര്യം ചെയ്യുന്നത്. അവരും കൂടി ഇപ്പൊ ഇന്നലെ നടന്ന മാലിന്യ നിർമ്മാർജ്ജനമായിട്ടുള്ള അതെ. കൊച്ചിൻ കോർപ്പറേഷനകത്തെ ചർച്ച, അത് മാറ്റം വേണമെന്ന് മാലിന്യത്തെ കുറിച്ച് പറഞ്ഞാൽ അതിൽ രാഷ്ട്രീയം കാണുന്നില്ല. അങ്ങനെ രാഷ്ട്രീയത്തിന്റെ മുഖം നോക്കാതെ ഒരുപാട് കാര്യങ്ങൾ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന് ഭാഗമാക്കാൻ കഴിഞ്ഞു. അതൊരു പ്രതീക്ഷ അടുത്ത ഭരണത്തിലും ഒരു പ്രതീക്ഷ LDF-നുണ്ട്. ആ, ഈ അത് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും അത്തരം പ്രതീക്ഷ LDF-ന് ഉണ്ട് എന്നുള്ളതാണ് താങ്കളുടെ പക്ഷം. ഈ അടുത്ത കൊല്ലം ഇതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. ഒരു മൂന്നാം ടൈം കൂടി LDF-ന് കൊച്ചി മണ്ഡലത്തിൽ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? LDF ഞാൻ പറഞ്ഞല്ലോ, കൊച്ചി നിയോജക മണ്ഡലം ഒരു LDF അനുകൂല മണ്ഡലമായിരുന്നില്ല. വർഷങ്ങളോളം അത് UDF-ന്റെ കയ്യിൽ തന്നെയായിരുന്നു. പാർട്ടിയുടെ പ്രവർത്തനവും ഇടപെടലുകളാണ് ആ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നത്. പിന്നീട് അതിൻ്റെ ഭാഗമായി പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള രണ്ടാം സർക്കാരിൻ്റെ ഒന്നാം സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ, നിലവിലുണ്ടായിരുന്ന MLA-യുടെ ഭരണ നേട്ടങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ രണ്ടാമത് കൊച്ചി തിരഞ്ഞെടുക്കപ്പെട്ടത്. ആ സാഹചര്യം തന്നെ കൊച്ചിയിലുണ്ട് ഇപ്പോൾ. കാരണം കൊച്ചിയിലെ വികസന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ കഴിയുന്ന ഒരു MLA എന്ന നിലക്ക് അദ്ദേഹത്തിൻ്റെ ഭരണ നേട്ടങ്ങളും പ്രവർത്തന മികവും നമുക്ക് ഈ നിയോജകമണ്ഡലം വീണ്ടും നിലനിർത്താൻ കഴിയും. വീണ്ടും KJ മാക്സ് മത്സരിക്കുമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടോ? പാർട്ടി ആരെ പറയുന്നു അത് നമ്മൾ അംഗീകരിക്കാന്നുള്ളതാണ്. ഈ കോവിഡിന്റെ സമയത്തായിരുന്നല്ലോ കൗൺസിലർ ആവുന്നത്. കോവിഡിന്റെ ആ ഒരു തുടക്ക സമയത്താണ് ആ ഒരു 2 വർഷം സ്വാഭാവികമായിട്ട് കാര്യമായിട്ട് ഉള്ള വികസന പ്രവർത്തനങ്ങളിലേക്കൊന്നും പോകാൻ കൗൺസിലർമാർക്ക് കഴിഞ്ഞിരുന്നില്ല. കാരണം കോവിഡുമായി ബന്ധപ്പെട്ടുള്ള പിന്നെ ജനങ്ങളുടെ സംരക്ഷണത്തിനായിരുന്നു പ്രാധാന്യം കൊടുത്തിരുന്നത്. ആ കാലഘട്ടത്തിലുള്ള ഒരു അനുഭവം എന്തായിരുന്നു? വളരെയേറെ അനുഭവങ്ങളാണ്. അന്ന് ഞാൻ പറഞ്ഞല്ലോ, കൗൺസിലർ എന്ന നിലക്ക് മാത്രമല്ല അവിടുത്തെ ഒരുപാട് ആളുകൾ ഈ കോവിഡ് നിർമ്മാർജ്ജന പ്രവർത്തനവുമായി ബന്ധപ്പെട്ടു
ഇപ്പോൾ ഞാൻ കൗൺസിലറായി വരുന്ന ആ കാലഘട്ടത്തിൽ നമ്മളൊപ്പം വേണ്ടി പ്രവർത്തിക്കാൻ സഹകരിക്കുക. ഇപ്പോൾ സ്മിത ബഷീർ, അതേപോലെ തന്നെ ഫൈസൽ, പിന്നെ അന്ന് പ്രവർത്തിക്കാൻ വേണ്ടി നിന്ന അൻസൽ, പിന്നെ ഷഹബാസ്, അന്നത്തെ ലോക്കൽ സെക്രട്ടറിമാർ, പാർട്ടി പ്രവർത്തകരെല്ലാവരും അന്ന് കൂടെ നിന്ന് ആ 2 വർഷക്കാലം ഞാൻ കൗൺസിലർ ആവുന്ന മുമ്പാണ്, അതിന് മുമ്പ് ഒരു കാലഘട്ടവും കൂടിയുണ്ട്. അവിടെ പ്രവർത്തിക്കാൻ വേണ്ടി കഴിഞ്ഞ ആ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കാൻ ഒരു അടിത്തറ ഉണ്ടാക്കി തന്നത് ഇത്തരം ആളുകൾ കൂടി ചേർന്നുകൊണ്ടാണ്. അത് അതിജീവിക്കാൻ വേണ്ടി കഴിഞ്ഞ എൻ്റെ ഒരാളെ മിടുക്കല്ല. മിടുക്ക് കൊണ്ട് മാത്രമല്ല, ഇത്തരം ആളുകൾ അവർക്ക് അവിടെ ഒരു അടിത്തറ പാകാൻ, അവിടെ ഒരു ഒരു കയറി നിൽക്കാൻ. കോവിഡിന്റെ, അതായത് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന് മുമ്പാണ് കോവിഡിന്റെ ഭാഗമായി ലോക്ക്ഡൌണും മറ്റു കാര്യങ്ങളും എല്ലാം വരുന്നത്. ആ സമയത്ത് അന്ന് ലോക്കൽ കൃത്യമായി സെക്രട്ടറി അന്ന് ലോക്കൽ ലോക്കൽ സെക്രട്ടറി, പാർട്ടി സെക്രട്ടറി ആ ലോക്കൽ സെക്രട്ടറി. പ്രദേശത്ത് ഞാൻ പറഞ്ഞു, എൻ്റെ വീട്ടിലന്ന് പ്രായമായിട്ടുള്ള ഒരു ഉമ്മയും വാപ്പയുണ്ട്. അവർ പിന്നീട് കോവിഡ് വന്ന് വലിയ പ്രയാസത്തിലൊക്കെ ആയി. ഞാനും കോവിഡിനെ അതിജീവിച്ചു. പക്ഷെ അതൊന്നും നോക്കാതെ അവിടങ്ങളിൽ പ്രവർത്തിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ഇവരെല്ലാവരും സപ്പോർട്ട് ഉള്ളതിന് പോലെ എനിക്ക് ഒരാൾക്ക് ചെന്നിട്ട് ഒരു പ്രദേശത്ത് ചെന്ന് ഞാൻ നിലവിൽ യാതൊരു ബന്ധമില്ലാത്ത, അതെ, ബന്ധമില്ലാന്നല്ല, ഒരു എന്നല്ല, അങ്ങനെ ഒരു ആളുകളുടെ ഇടയിലേക്ക് അതെ, കൂടുതൽ മറ്റ് സഹാക്കളുടെ ഇടയിലുണ്ടെങ്കിലും ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ആ രീതിയിൽ ആ, ആ കോവിഡ് സമയത്ത് ചെന്നു. അന്ന് വിളിക്കുന്ന സമയത്ത് ഓടിയെത്താൻ ഒരുപാട് പാർട്ടിക്കാരും പാർട്ടിയും കൂടെ നിന്നതിന്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് അടിത്തറ ഉണ്ടാക്കാൻ വേണ്ടി. ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഈ മകന്റെ ഓരോ വളർച്ചയും പിതാവില് ഏറെ സന്തോഷം ഉണ്ടാക്കിയ ഒരു സാഹചര്യമാണ്. പിതാവിന്റെ മരണം ആ, ഒത്തിരി തളർത്തി കളഞ്ഞില്ലേ? തീർച്ചയായിട്ടും ഞാൻ ജയിച്ച സമയത്ത് വാപ്പ വീട്ടിൽ വിശ്രമത്തിലാണ്, കാരണം പുറത്തൊന്നും പോകാൻ പറ്റാതെ. വീട്ടിലെല്ലാവരും എൻ്റെ ജയം കാണാൻ വേണ്ടി ആ ഇരവേലി ജംഗ്ഷനിൽ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല വാപ്പ അവിടെ എത്തും. എത്തുന്നു. പക്ഷെ ആ അവസ്ഥയിൽ പോലും ആ ഇരവേലി കാണാൻ വേണ്ടി അന്ന് അവിടെ വാപ്പ അപ്പൊ വന്നിട്ടുണ്ടായിരുന്നു. വന്ന് വാപ്പാന്റെ ഒരു പാർട്ടി എന്ന നിലയ്ക്ക് വാപ്പ എല്ലാം ഇത് പുറമേ നിന്ന് കാണുന്ന ഒരാളായിരുന്നു. അതെ, അതെ. വീണ്ടും പാർട്ടി വീട്ടിൽ എന്നുള്ള ഒരു ലോക്കൽ സെക്രട്ടറി ആകാം, അല്ലെങ്കിൽ പാർട്ടി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുക എന്നൊക്കെ പറഞ്ഞ് വളരെയേറെ സന്തോഷം ഉണ്ടായിരുന്നു. വാപ്പ മരിക്കുമ്പോൾ പാർട്ടിയുടെ ഒരു നേതാവ് ആയും പാർട്ടിയുടെ സ്ഥാനാർത്ഥി കൗൺസിലറായും ആയി കാണാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു സന്തോഷം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവും എന്നുള്ള എൻ്റെ ഒരു പ്രതീക്ഷ. നമുക്ക് എന്ത് മുകളിൽ നിന്ന് നേടിക്കൊടുത്താൻ കഴിഞ്ഞില്ലെങ്കിലും വാപ്പാക്ക് പാർട്ടി ആയിരുന്നു പറഞ്ഞത്. പാർട്ടിയായിരുന്നു. അപ്പൊ അത് വളരെ സന്തോഷം ഉണ്ടാക്കി. അല്ല, ബാപ്പ എന്നൊരു കരുത്തായിരുന്നില്ലേ തീർച്ചയായിട്ടും. എല്ലാ കാര്യങ്ങൾക്കും? ഒരു ബാപ്പായുടെ ഒരു പ്രചോദനം, ബാപ്പായുടെ ഒരു തണല്, എന്ത് ദുർഘടമായ ഘട്ടത്തിലേക്ക് പോകുമ്പോഴും ബാപ്പയുടെ ഒരു 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 തണല് ഉണ്ട് എന്നുള്ളൊരു പ്രതീക്ഷയോടെ കൂടെയല്ലേ പോയിരുന്നത്? തീർച്ചയായിട്ടും. ഇപ്പോൾ എൻ്റെ വാപ്പാന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ മമ്മുഞ്ഞിക്ക എന്ന് പറയുമ്പോൾ തന്നെ ആ പ്രദേശത്ത് വളരെ ഒരു സുപരിചിതനാണ്. ആ പ്രദേശത്ത് നിന്നല്ല, മൊത്തം മട്ടാഞ്ചേരി മട്ടാഞ്ചേരി. ഒരു സുപരിചിതനാണ്. അതെ. ആ വാപ്പയുടെ മകനാകുക, അല്ലെങ്കിൽ വാപ്പാന്റെ പേരിൽ അറിയപ്പെടുക, അത് അങ്ങനെയാണ് മമ്മുഞ്ഞിക്കാന്റെ മോൻ ഇസ്മു എന്നാണ് ആ അറിയപ്പെട്ടിരുന്നത്. അത് പുറ്റിച്ചേർന്ന ആളുകളുണ്ട്. തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയപ്പോ ആ ചോറുകാരൻ മമ്മുഞ്ഞിന്റെ മോനാണ് ആ, സ്ഥാനാർത്ഥി. ആ, അന്നൊരു അങ്ങനെ ആ, അനുഭവങ്ങൾ അല്ല, ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊരിക്കലും അത് നമുക്ക് അംഗീകാരമാണ്. തീർച്ചയായിട്ടും. ആ ഒരു അടിസ്ഥാന മേഖലയിൽ നിന്ന് വന്ന ഒരാളാണ് എൻ്റെ. ഒരാളാണ്. അപ്പൊ അത് മമ്മുഞ്ഞിക്കാന്റെ മകൻ എന്നുള്ളതൊരു പബ്ലിസിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് അദ്ദേഹം ചെയ്ത ഒരുപാട് അതെ. പുണ്യപ്രവൃത്തികൾ അല്ല, ഭാഗമാണ്. അദ്ദേഹം ഒരു പൈസ ഇല്ലാത്തത് കൊണ്ടിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം അവിടെ ആ കടയിൽ ചെന്നാൽ ഉണ്ടായിരുന്നില്ല. അവിടുത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീലാട്ടുപറമ്പിൽ ഒരു കടയാണ്. ആ പ്രദേശത്ത് വളർന്നു വരുന്ന കുട്ടികളെല്ലാം ആദ്യ ഭക്ഷണം കഴിക്കുന്നത് അവിടുത്തെ ഭക്ഷണം കഴിക്കും. ഇപ്പൊ ഏത് സമയത്താണെങ്കിലും അവിടെ വന്നിട്ട് ഒരു ഭക്ഷണം കഴിച്ചു കൊടുക്കാവുന്ന ഒരു കുട്ടിക്ക് അവിടുത്തെ ഒരു ഉമ്മ വന്നിട്ട് ഒരു പാത്രത്തിൽ ഉം. അതെ, വന്ന് നീട്ടും. അപ്പൊ അവിടെ വീട്ടിൽ ചൂട് ചോറാണല്ലോ കുട്ടികൾക്ക് അതെ, കൊടുക്കുന്നത്. അതെ, അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ചോറ് അതെ. പറയുമ്പോൾ ഇത്തിരി ബന്ധ ചോറായിരിക്കും. ഇത് അവിടെ വീട്ടിൽ അഞ്ഞിട്ടായിരിക്കില്ല. ഇത് ചൂട് ചോറും. പക്ഷെ ഇവിടെ കച്ചവടം തുടങ്ങിയിട്ടില്ലെങ്കിൽ പോലും ആ പാത്രത്തിനകത്ത് വാപ്പ ചോറിട്ട് അവർക്ക് പിന്നെ ഒരു മത്തങ്ങനെ ഒരു കറിയുണ്ട്, ആ കുട്ടികൾക്ക് ഇഷ്ടമുള്ള കറി, അതും കൊടുത്തു പോയി പിടി വാപ്പ വായ വെച്ച് കൊടുത്തിട്ട് പിന്നീട് ആ കുട്ടി വളർന്നു വരുന്ന ചോറ് തിന്നാൻ പ്രായമാകുന്ന അവസരത്ത് വരെ അന്നത്തെ ആ സമയം വരെയും ആ കുട്ടിക്ക് അവിടെ ഇരിക്കും ഭക്ഷണം. അപ്പൊ അവിടത്തുള്ള ആ പറമ്പിനകത്ത് ഒരു വീടല്ല, ഏതൊക്കെ കുട്ടികളെ ഭാഗത്ത് വളർന്നു വരുന്നുണ്ടോ അവിടെയൊക്കെ ഈ ഒരു സംഭവത്ത്. അതേമാതിരി തന്നെ ഈ വിശന്ന് വരുന്ന കുട്ടികൾക്ക് എനിക്കൊരു അനുഭവം, ഒരു കുഷ്ഠരോഗിന്റെ ഒരു സംഭവം ഉണ്ട് എനിക്ക്. ആരും കൊടുക്കാൻ നിൽക്കുന്ന സമയത്ത് ഈ കുഷ്ഠരോഗി പാത്രമായിട്ട് വരും. അപ്പോൾ അയാൾക്ക് കറക്റ്റ് ആ പാത്രത്തിൽ ഭക്ഷണവും വെള്ളവും എല്ലാം കൊടുത്ത് അയാളെ സ്ഥിരമായി പ്രതീക്ഷിച്ച് അവിടെ വരും. അങ്ങനെ ഒരു വാപ്പൻ്റെ ഒരു അത്തരം അനുഭവങ്ങളൊക്കെ വളരെ. ഈ ചായക്കട പുതുക്കി പണിതപ്പോൾ മമ്മുഞ്ഞിക്കാന്റെ ചായക്കട എന്നല്ലോ പേരിട്ടത്. ആക്ച്വലി അങ്ങനെ ഒരു പേര് ശരിക്ക്
ആ പ്രദേശത്തെ അല്ലെങ്കിൽ മട്ടാഞ്ചേരിയുടെ ജനഹൃദയങ്ങളിൽ തങ്ങി നിൽക്കുന്ന ഒരു പേര് തന്നെ അത് തന്നെ ഇടണമെന്ന് തീരുമാനിച്ചെന്താ? വാപ്പാടെ സ്നേഹം തന്നെയാണ്. ആ അപ്പൊ പേര് നിന്ന് പോണം. നിലനിന്ന് പോണം എന്നുള്ള ആഗ്രഹത്തിനാണ്. മമ്മുഞ്ഞിക്ക ഞാൻ മരിച്ചു കഴിഞ്ഞാലും ആ സ്ഥാപനം ഉണ്ടെങ്കിൽ ഇപ്പൊ ഒരു ആ, 10-75 വർഷത്തിലേറെ ആ സ്ഥാപനം. അതെ അതെ ഇപ്പൊ ഞാനിപ്പോ നടത്താൻ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു 20 വർഷത്തിലേറെയായി ഏറെയായി. ഒറ്റക്ക് നടത്താൻ തുടങ്ങിയിട്ട്. ആ പേര് അവിടെ നിൽക്കുക. നമ്മൾ പോയാലും ഒരു മമ്മുഞ്ഞിക്ക മമ്മുഞ്ഞിക്കാന്റെ പേര് അവിടെ ഇതിൽ നിൽക്കുക. തന്നെ. പഴയ ആളുകൾക്ക് മമ്മുഞ്ഞിക്ക എന്ന് പറഞ്ഞാൽ പരിചയപ്പെടുത്തി കൊടുക്കേണ്ട കാര്യം ഉണ്ടാവില്ല. പക്ഷെ ആ ഒരു ജനറേഷനും കൂടി ഇപ്പൊ കുറച്ച് ആളുകളേ ഉള്ളൂ ആ അതെ 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 കാലഘട്ടത്തിൽ. ഇനി വരുന്ന ആളുകൾക്കും അവരിത് അറിയണം. അതറിയാം. ഈ സാധാരണ പൊതുപ്രവർത്തകരുടെ ഒരു ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊതുപ്രവർത്തനം ഒരു ഒരു ഉപജീവനമാക്കി മാറ്റുന്ന ഒരു സാഹചര്യമാണ്. പക്ഷെ പൊതുപ്രവർത്തനം നടത്തുന്നതോടൊപ്പം തന്നെ സ്വന്തമായി ഒരു കച്ചവടം നടത്തി അതിൽ നിന്നുള്ള വരുമാനം കൊണ്ട് ജീവിക്കുന്ന ഒരു സംവിധാനം. ആഹ് അത് ഒരു മാതൃകയാക്കി മറ്റുള്ളവർക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയാവുന്ന രീതിയിൽ ഉള്ള ഒരു പ്രവർത്തനമാണ് ഇസ്മു എന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അതിനെ എങ്ങനെയാണ് കാണുന്നത്? വേറെ മാർഗ്ഗം ഇതുവരെ പഠിച്ചിട്ടില്ല. പാർട്ടി പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് പിന്നെ എന്തെങ്കിലും ആരെങ്കിലും കയ്യിൽ നിന്ന് വാങ്ങിച്ച് ചെയ്യണമെന്നുള്ള അത് ഇതുവരെ അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിട്ടില്ല. അത് ഒരു അംഗീകാരമായിട്ട് പല ഘട്ടം തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് എൻ്റെ ചെറുപ്പകാലം മുതലേ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന സ്റ്റേഷൻ SI-മാരൊക്കെ ഉം. അവര് പ്രത്യേക താല്പര്യം കാണിക്കാറ്. എന്താന്ന് പിന്നീടാണ് ഒരു ഉം. SI ഉം. അത് ആ പ്രദേശ SI വളരെ ദേശീയക്കാരനും ഉം. മുൻകോപിയൊക്കെയാണ്. ഒരു ദിവസം ഞാനും എൻ്റെ ഒരു സഹപ്രവർത്തകനും കൂടി ചെല്ലുമ്പോൾ മാറി നിന്ന് വേറെ പോലീസുകാരോട് പറഞ്ഞ ഞാൻ കേട്ടതാണ്. ഉം. അവരൊക്കെ പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ ഉപജീവന മാർഗത്തിന് തൊഴിൽ കണ്ടെത്തുന്ന ആളാണ്. അവരൊക്കെ പ്രത്യേകം വരുമ്പോൾ ഒരു പരിഗണന. പരിഗണന അത് ആ, ഞാൻ അനുഭവിച്ചാണ്. ഈ ഒരു നമ്മ എത്രത്തോളം ആളുകളുടെ ഇടയിൽ ഈ ഇത്തരം കാര്യങ്ങളിൽ അംഗീകരിക്കപ്പെടുന്നതാണ്. ഒരു പൊതുപ്രവർത്തനം എന്ന നിലക്ക് നമുക്ക് പൊതുപ്രവർത്തനം നടത്തുമ്പോൾ തന്നെ തൊഴിൽ മേഖലയിൽ നമുക്ക് ശ്രദ്ധിക്കാൻ വേണ്ടി അതെ, ഒരാൾക്കും നമ്മളോടൊന്നും വേറെ രീതിയിൽ പറയാനുള്ള ഒരു അവസരം ഉണ്ടാക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഉണ്ടാക്കാതെ. അത് ഈ വാപ്പ തന്നിട്ടുള്ള ഒരു അല്ല, അതാണ് സംഭവമാണ്. വാപ്പാടെ ആ ഒരു രീതിയാണ്. അതിലേക്ക് നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമുക്ക് കറക്റ്റ് സമയത്ത് പാർട്ടി പ്രവർത്തനമാണെങ്കിൽ ആ ഒരു സമയം കഴിയുമ്പോൾ നേരെ കടയിലേക്ക് കടയിലേക്ക് എത്തും. വാപ്പാനെ എത്തുകയും സഹായിക്കാൻ വാപ്പാനെ വേണ്ടി വാപ്പാക്ക് സഹായിക്കും. കൂടുതൽ ബുദ്ധിമുട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് പിന്നെ ഒരു മുഷിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല അത്രയും കഴിഞ്ഞില്ല. കാലങ്ങളിൽ. ഇപ്പൊ അനിയനും കൂടി ഇല്ലേ കടയിൽ? പതിനഞ്ചിനുണ്ട്. ആ ഒരു പിന്നെ രീതി അങ്ങനെ പിന്തുടർന്ന് പിന്നെ കുടുംബത്തിനൊരു സപ്പോർട്ട് വലുതാണ്. സപ്പോർട്ട്. ഇപ്പൊ എന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ പോകുമ്പോണ്ടെങ്കിലും അനുജനിക്ക് ആ, ആ ഒരു സമയം അവിടെ എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നു. നീക്കി വെക്കുന്ന ഒരു നീക്കി സംഭവം. വെക്കുന്നു. അതിപ്പോ വാപ്പയാണെങ്കിലും അനുജനാണെങ്കിലും ആ. അത് ചെയ്യുന്നുണ്ട്. ഭാര്യയും പൊതുപ്രവർത്തക പാർട്ടിക്കാരിയല്ലേ? ഭാര്യ പാർട്ടിക്കാരിയാണ്. അതായത് ഭാര്യന്റെ ഞാൻ പാർട്ടി പ്രവർത്തിക്കുമ്പോൾ പാർട്ടി ലോക്കൽ സെക്രട്ടറി ആയിട്ട് വരുമ്പോൾ നമുക്ക് മഹിളകളെ സംഘടിപ്പിക്കേണ്ടി വരും. ആ, ആ. എന്റെ വീട്ടിലൊരു മഹിള ഇരിക്കുമ്പോൾ ഞാൻ എങ്ങനെ പുറത്തു പോയിട്ട് പുറത്തുനിന്ന് മഹിളകളെ അറിയാം, വിളിക്കാൻ അറിയാം, വേണ്ടി അറിയാം. കഴിയാം. അപ്പൊ പാർട്ടി ഞാൻ സെക്രട്ടറി വരുമ്പോ ഭാര്യ പാർട്ടി മെമ്പറാണ്. ഉം. പക്ഷെ അവിടെ ഈ പാർട്ടി മഹിള സംഘടിപ്പിക്കുമ്പോൾ നമുക്ക് പുറത്തുനിന്ന് ആളെടുക്കാനെക്കാട്ടി ആദ്യം നമ്മളെ വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് ആയിരിക്കണമല്ലോ. അതെ. അങ്ങനെ ഒരു തോന്നിയതിന്റെ ഭാഗമായി പിന്നെ ഭാര്യക്കും എന്റെ ഈ പ്രവർത്തനം കണ്ട് കുടുംബത്തിലത് പശ്ചാത്തലം കണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ താല്പര്യം. അങ്ങനെയാണ് അവിടെ മഹിള ഭാര്യ പ്രവർത്തനം. നേരത്തെ വേറെ ഏതെങ്കിലും പ്രസ്ഥാനത്തിൽ അല്ല, നമുക്ക് വിവാഹത്തിന് മുമ്പ് വിവാഹത്തിന് മുമ്പ് അവിടെ പൊന്നാണി ആണ്. അത് വേറൊരു പശ്ചാത്തലമുള്ള ഇല്ല പ്രത്യേകിച്ചൊന്നുമില്ല. വലിയ പ്രത്യേകിച്ച് ഒരു ഒരു രാഷ്ട്രീയ രാഷ്ട്രീയ പാർട്ടിയോടും പാർട്ടിയോട് വലിയ വിധേയത്വമൊന്നും ഉണ്ടായിരുന്നില്ല. ഒന്നുണ്ടായിരുന്ന ആളാണ്. നമ്മളെ പ്രവർത്തനം കണ്ടുകൊണ്ടാണ് പാർട്ടിയിൽ കൂടുതൽ പാർട്ടിയെ ആകർഷിച്ച് അങ്ങനെ മനസ്സിലാക്കാൻ വന്ന് ഇപ്പൊ നന്നായി പാർട്ടി ലോക്കൽ കമ്മിറ്റി മെമ്പർ അല്ലേ? പാർട്ടി ലോക്കൽ ലോക്കൽ കമ്മിറ്റി തലത്തിലേക്ക് എത്തി. ജനാധിപത്യ മഹിള അസോസിയേഷന്റെ വില്ലേജ് പ്രസിഡന്റ്. വില്ലേജ് പ്രസിഡന്റൊക്കെ ആയിട്ട് നിൽക്കുന്നു. അപ്പോൾ എന്തായാലും കുറേ അധികം ജീവിതത്തിലെ ആ തുടക്കം മുതൽ ഇതുവരെയുള്ള കാലഘട്ടത്തിലൂടെ ഈ സംഭാഷണത്തിൽ കടന്നു പോകാൻ കഴിഞ്ഞു. കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം, മട്ടാഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു നല്ല ഒരു നേതാവ് ഉയർന്നു വരേണ്ടത് ആവശ്യകത മട്ടാഞ്ചേരിക്കുണ്ട്. ആ ഒരു നല്ല നേതാവായിട്ട് വീണ്ടും ശക്തമായി മുന്നോട്ട് വരട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. താങ്ക് യു. ഒരു നൂൽ കനവിൽ നിറതാലിയുമാ മൊഴിയും ചിരിയും നിഴചേരുകയാ കനകം മണിയേ അവൾ ദേവത സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സ് എരമല്ലൂർ വടതല.